ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ വിശേഷങ്ങൾ മാധ്യമങ്ങളിൽ കുറച്ച് ദിവസമായി കണ്ടു തുടങ്ങിയിട്ട് അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വളരെ സമ്പൽ സമൃദ്ധമായ ഒരു സംസ്ഥാനമാണല്ലോ തമിഴ്നാട്. ചെന്നൈയിൽ ടൗൺ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലും ജീവിക്കാനും വളരെ ചിലവ് കുറഞ്ഞ ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. ആ വിശേഷങ്ങളിലേക്ക് കൂടുതൽ പോകേണ്ടതില്ല എന്ന് തോന്നുന്നു. കാരണം നമ്മുടെ അടുത്ത സംസ്ഥാനമായതുകൊണ്ട് തന്നെ തമിഴ്നാടിനെ കുറിച്ച് ഈ വീഡിയോ വീക്ഷിക്കുന്ന എല്ലാവർക്കും ഒരു ധാരണയുള്ളതുകൊണ്ടും നമുക്ക് നമ്മുടെ രാഷ്ട്രീയ വിഷയത്തിലേക്ക് വരാം. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്താനും വിഷയം ഇഷ്ടമാകുമ്പോൾ ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. ദ്രാവിഡ രാഷ്ട്രീയമാണ് തമിഴ്നാട്ടിൽ സ്വാധീനം. ശ്രീ കരുണാനിധിയുടെയും ശ്രീ MGRന്റെയും എല്ലാം രാഷ്ട്രീയം, തമിഴ്നാട് ഭരണം ഒരുപാട് സ്വാധീനം ചെലുത്തിയ രാഷ്ട്രീയ പാർട്ടികൾ. അതിന് മുൻപ് അവിടെ ദേശീയ പാർട്ടികളുടെ ഭരണമായിരുന്നു, കോൺഗ്രസ് ആയിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. എന്നാൽ അതിനുശേഷം ദ്രാവിഡ പാർട്ടികൾ അവിടെ ഭരണം കൈയാളുന്ന കാഴ്ചയാണ് ഈ അടുത്ത കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളെ പോലെ തമിഴ്നാട്ടിലും ദേശീയ പാർട്ടിയായ കോൺഗ്രസിന് തന്നെയായിരുന്നു സ്വാധീനം. കോൺഗ്രസ് തന്നെയായിരുന്നു ഭരണം നടത്തിയിരുന്നത്. എന്നാൽ കുറച്ച് നാളുകളായി ദ്രാവിഡ പാർട്ടികളാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഭരണക്കാർ. അതിൽ പ്രമുഖരാണ് അന്തരിച്ച നേതാക്കളായ ശ്രീ ജയലളിത, ശ്രീ കരുണാനിധി, ശ്രീ MGR തുടങ്ങിയ പ്രമുഖർ. ദ്രാവിഡ പാർട്ടി സിനിമാ രംഗത്ത് നിന്ന് വന്ന നേതാക്കളിൽ പ്രമുഖരാണ് ഈ പറഞ്ഞവരെല്ലാം. സിനിമക്കാർ രാഷ്ട്രീയത്തിൽ വരികയും അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ആ പാർട്ടി അധികാരത്തിലെത്തുകയും ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ഒരു സ്ഥിരം കാഴ്ചയാണ്. അത്തരം പാർട്ടികൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നല്ല സ്വാധീനം ചെലുത്തുകയും ഭരണത്തിലെത്തുകയും തുടർന്ന് ഭരണത്തിലെത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് അവിടുത്തെ രീതി. ഇപ്പോൾ തമിഴ്നാട്ടിൽ ദേശീയ പാർട്ടികളൊക്കെ സംസ്ഥാന പാർട്ടികളുടെ സഖ്യത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് അവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി അന്തരിച്ച ശ്രീ കരുണാനിധിയുടെ മകനായ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിന്റെ ഭരണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ കുറച്ചു ദിവസമായി വാർത്തകളിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്റ്റാലിന്റെ മകനും നിലവിലെ മന്ത്രിസഭയിലെ അംഗവുമായ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി കസാരയിലേക്ക് എത്തുന്നു എന്ന വാർത്തയാണ്. 46 വയസ്സ് ഉള്ള ഉദയനിധി ഉപമുഖ്യമന്ത്രി പദവിയിലെത്തുക എന്നത് നല്ല കാര്യം തന്നെയാണ്. കാരണം പ്രവർത്തിക്കാനുള്ള ഊർജ്ജസ്വലത അദ്ദേഹത്തിന് കിട്ടും. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്റ്റാലിന്റെ വരവും ഏകദേശം ഇങ്ങനെ തന്നെയായിരുന്നു. സ്റ്റാലിന്റെ പിതാവ് ശ്രീ കരുണാനിധിയുടെ മന്ത്രിസഭയിൽ ആദ്യ മന്ത്രിയായും പിന്നീട് ഉപമുഖ്യമന്ത്രിയായും നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നു. ചുരുക്കി പറഞ്ഞാൽ തമിഴ്നാട് രാഷ്ട്രീയം, പ്രത്യേകിച്ച് ഭരണത്തിൽ പയ്യെ തലമുറ മാറ്റം സംഭവിക്കാൻ പോകുകയാണ്. അതാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. സിനിമാ രംഗത്ത് വ്യക്തമായ മേൽവിലാസമുള്ള വ്യക്തിയാണ് ഉദയനിധി. ദക്ഷിണേന്ത്യയിലെ തന്നെ സിനിമാ വ്യവസായത്തിലെ പ്രമുഖ കമ്പനിയായ റെഡ് ജയന്റ് മൂവീസിന്റെ താക്കോൽ സ്ഥാനം കൈകാര്യം ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ഉദയനിധി സ്റ്റാലിൻ. ഏതായാലും തമിഴ്നാട് രാഷ്ട്രീയം യുവത്വത്തിലേക്ക് വഴിമാറുകയാണ്. അങ്ങനെ പറയാൻ കാരണം ഈ അടുത്ത ദിവസമാണ് പ്രമുഖ നടൻ വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതും പ്രവർത്തനം ആരംഭിച്ചു എന്ന വാർത്തകളിൽ മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ നടിയുമായിരുന്ന ശ്രീ ജയലളിതയുടെ കാലഘട്ടത്തിന് ശേഷം സിനിമാ മേഖലകളിൽ നിന്നുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമൊന്നും ചെലുത്തുവാൻ സാധിച്ചിട്ടില്ല എന്നതും ഒരു വാസ്തവമാണ്. എന്തായാലും വിജയുടെ രാഷ്ട്രീയ പ്രവർത്തനം കാത്തിരുന്ന് കാണാം. ഉദയനിധിയെ
ഉപമുഖ്യമന്ത്രിയാക്കുന്നതിൽ കരുണാനിധിയുടെ കുടുംബവും സമ്മതമാണെന്നാണ് വാർത്തകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. 3 വർഷം പിന്നിട്ടിരിക്കെയാണ് DMK സർക്കാർ. ഏതായാലും 2 വർഷം ഉപമുഖ്യമന്ത്രിയായി കഴിവ് തെളിയിക്കാൻ ഉദയനിധി സ്റ്റാലിന് സമയം ലഭിക്കും. അദ്ദേഹം ഇപ്പോൾ തന്നെ സ്പോർട്സ് ആൻഡ് യുവജനകാര്യ ക്ഷേമ മന്ത്രിയായി കഴിവുകൾ തെളിയിച്ച വ്യക്തിയാണ്. പ്രമുഖ രാജ്യാന്തര മത്സരങ്ങളൊക്കെ തമിഴ്നാട് സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാനും കാറോട്ട മത്സരം വരെ കൊണ്ടുവരാനും അദ്ദേഹത്തിന്റെ ഈ ഭരണകാലയളവിൽ സാധിച്ചു. അതും ഒരു പ്രമുഖ നേട്ടമാണ്. DMKയുടെ പ്രമുഖ നേതാക്കളുടെ അഭിപ്രായത്തിൽ ഉദയനിധിയുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനം അർഹതക്കുള്ള അംഗീകാരം എന്നാണ് പ്രമുഖ സീനിയർ നേതാക്കളുടെ അഭിപ്രായം. എന്തായാലും ഉദയനിധി സ്റ്റാലിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടക്കുമെന്നാണ് അവസാനമായി അറിയാൻ കഴിഞ്ഞത്. ഈ സന്തോഷ നിമിഷത്തിൽ അദ്ദേഹത്തോടൊപ്പവും അവരുടെ പാർട്ടിയുടെ അവരുടെ സംസ്ഥാനത്തോടൊപ്പവും നമുക്കും പുതുപുത്തൻ പ്രതീക്ഷകളുമായി കാത്തിരിക്കാം. നല്ലൊരു ഭരണം നടത്തുവാനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശ പ്രകടിപ്പിക്കാം. നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും വീണ്ടും സന്ധിക്കും വരെ വണക്കം.